ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 12 വാക്യം 15. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്നു പറഞ്ഞു. ഒരു മനുഷ്യൻ ദരിദ്രനായിരിക്കുമ്പോൾ ചിന്തിക്കുന്നത്, ധനവാന്മാർ എല്ലാ വിധത്തിലും സുഖത്തോടെ ജീവിക്കുന്നു, അവർക്ക് യാതൊരു ക്ലേശങ്ങളും ഇല്ല എന്നാണ്. ആയതിനാൽ ഏത് വിധേനയും ധനം നേടാനുള്ള ബദ്ധപ്പാടിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയിരുന്ന പലതും ത്യജിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ ധനവാനാകട്ടെ തൻ്റെ ധനം വർദ്ധിപ്പിക്കാനുള്ള ബദ്ധപ്പാടിലുമാണ്. ദരിദ്രൻ ധനമുണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ധനവാൻ ചെയ്യുന്നുമുണ്ടാവില്ല. ഈ ദരിദ്രൻ ഒരിക്കൽ ധനവാനായാലും ഇതുതന്നെയാണ് അവസ്ഥ. എന്നാൽ എത്ര ധനമുണ്ടെങ്കിലും അവയെല്ലാം നിഷ്പ്രഭമാകുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ജീവിതത്തിലുണ്ടാകും. അതാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യൻ രാജാവിനെ കണ്ട് തൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരം വരുത്തണമെന്ന് അപേക്ഷിച്ചു. രാജാവ് അയാളോട് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു ദിശയിലേക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം, എവിടെ നിൽക്കണമെന്ന് തോന്നുന്നുവോ അവിടെ അടയാളം വയ്ക്കുക, അവിടം വരെയുള്ളതെല്ലാം നിൻ്റേതായിരിക്കും എന്ന് ഉത്തരവിട്ടു. പലരും രാജാവിൻ്റെ ഈ ഉത്തരവ് അപകടം പിടിച്ചതാണല്ലോ എന്ന് ചിന്തിച്ചു. ആ ദരിദ്രൻ അവിടെ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി. രാവിലെ മുതൽ കഴിവിൻ്റെ പരമാവധി വേഗത്തിൽ നടന്നും ഓടിയും മുന്നോട്ട് പോയി. ഇടയ്ക്ക് നിൽക്കാൻ തോന്നുമ്പോഴൊക്കെ വിശ്രമിച്ചാൽ തനിക്ക് നഷ്ടമാകാൻ പോകുന്ന സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്ത അയാളെ മുന്നോട്ട് നടത്തി. ഒടുവിൽ ഇനിയൊരടി പോലും നീങ്ങാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ അയാൾ കുഴഞ്ഞു വീണു. പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനൊപ്പം അയാളുടെ പ്രാണനും വിട പറഞ്ഞു. എത്ര സമ്പാദിച്ചാലും അതൊന്നും ജീവന് പകരമാവില്ല. ഒരു സമ്പാദ്യത്തിനും മനുഷ്യനെ മരണത്തിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചെടുക്കാനും കഴിയില്ല. സമ്പാദിച്ചതെല്ലാം നൽകാമെന്ന് പറഞ്ഞാലും അതിനൊന്നും മരണത്തെ വിലക്കെടുക്കാനാവുകയുമില്ല. എന്നാൽ ജീവൻ്റെ ദാതാവായ ഉടയവനായ ദൈവത്തിൽ നിത്യജീവൻ ഉണ്ട്. അത് യേശുവിലൂടെ അവിടുന്ന് നൽകി. സൗജന്യമായി വിശ്വാസത്താൽ അതിനെ പ്രാപിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.